വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നും നമ്മൾ കൂടുതലും മോർണിംഗ് ടു ഈവനിങ് റൂട്ടീൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ കാര്യങ്ങൾ തന്നെ കാണിക്കുന്നത്. ഇന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ഒരാഴ്ചത്തെ മീൽ പ്രെപ്പ് ഐഡിയാസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അധികം കഷ്ടപ്പെടാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ പ്രെപ്പ് പ്ലാനാണ് ഇന്ന് നമ്മുടെ വ്ളോഗിൽ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ, ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബിസിയാണ് പേഴ്സണലി. 2 ദിവസമൊക്കെ എനിക്ക് ശരിക്കും നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ട് തുടങ്ങുകയാണ്. ഞാൻ ആഴ്ചയിൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കും കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒനിയൻ റൈസ് ആണ്. അതിനായിട്ട് കടായി വെച്ച് എണ്ണ നെയ്യ് എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനായിട്ട് ഞാൻ ഉള്ളി 2 എണ്ണം സവാള അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ഇട്ടിട്ടുള്ളൂ. ഇത്രയും മതി ഇതിന്. അത് നന്നായിട്ട് അങ്ങ് പച്ച എടുത്തിട്ട് റൈസ്, നമ്മൾ കുക്ക് ചെയ്ത റൈസ് കേട്ടോ, അത് ലെഫ്റ്റ് ഓവർ റൈസ് ആയാലും പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് വെച്ചതാണെങ്കിലും ആ വേവിച്ച ചോറിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നോക്കുക. സിമ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സിലോ ലഞ്ച് ബോക്സിലോ എന്തിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയാൽ അത് ഹെൽത്തി അല്ലേ, ഹെൽത്തി ഓപ്ഷനാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വീട്ടിൽ ഉറച്ച തൈര് മിക്സിയിൽ ഒന്ന് കറക്കി ഒരു ലസ്സി ടൈപ്പ് ആക്കിയിട്ട് ഓരോ ഗ്ലാസ് വീതം അതും കഴിക്കുന്നുണ്ട്. സൂപ്പർ ലഞ്ച് കോംബോ ആയത് കേട്ടോ. ദേ നമ്മുടെ കിളിയെ പിടിച്ചോണ്ട് പോയി പൂച്ചസാറായിരിക്കുന്നത് കേട്ടോ. അതിന് നമ്മുടെ വീട്ടിലെ ഫുഡൊന്നും വേണ്ട. അത് ഈ ഇവിടൊക്കെ കറങ്ങി നടന്നിട്ട് കിളിയെ, എലിയെയും പല്ലിയെ, പാറ്റയൊക്കെ തന്നെയാണ് പിടിച്ച് കഴിക്കുന്നത്. ആള് നല്ല പുഷ്ടി കേട്ടോ. ഒരു പുലിക്കുഞ്ഞിനെ പോലെ തന്നെ ഇരിപ്പുണ്ട്. അതിന് മനസ്സിലായി നമ്മളിവിടെ നിൽപ്പുണ്ടെന്ന്. കള്ള ലക്ഷണത്തിൽ നിൽക്കുന്ന നമ്മുടെ പൂച്ചസാറ്. ഒരാഴ്ചത്തെ മീൽ പ്രപ്പ് പോലെ തന്നെ ഒരാഴ്ചത്തെ തുണി നമുക്ക് മടക്കാൻ കിടക്കുന്നു. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതെനിക്ക് ചെയ്ത് തീർത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കാണുമ്പോൾ തന്നെ ആകെ തലകറക്കവാ കൂടെ. നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വരാതെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കുറച്ച് സാധനങ്ങളിലൊന്നാണ് കേട്ടോ മുട്ട. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ വെളുത്തുള്ളി ഈ രീതിയിൽ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു വെച്ചാൽ പൊളിക്കാൻ എളുപ്പമുണ്ട്. ചെറുതാണെങ്കിൽ കുറച്ച് പാടല്ലേ. നമ്മളൊരു ലഞ്ച് ടിഫിൻ കോംബോ ആണ് ആദ്യം പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ കൂടുതലും ചിലപ്പോൾ ബോയിൽഡ് എഗ് ആയിരിക്കും കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഈ മ്യൂസ്ലി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വ്ളോഗുകളിൽ, ഫ്രൂട്ട് ആൻഡ് നട്ട് മ്യൂസ്ലി. ഇത് രാക്കെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇതാ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ പാലിനകത്ത് അത് ഇട്ടിട്ട് പിന്നെ ഈ സംഭവം ബെറീസ് നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാൻ കിട്ടും കേട്ടോ. ഈ ലിവ്യോർ എന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊരു കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അയൺ ഒക്കെ കുറയുന്നവരാണെങ്കിൽ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് സ്ട്രോബെറി ഒക്കെ കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഒരു എന്താ പറയുക ഫ്ലേവർ തരുന്ന സംഭവമാണ് നമുക്ക്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആ മിസ്സിലി കുറച്ച് പാലിലിട്ടിട്ട് ഈ സംഭവമൊക്കെ ഇട്ട് അങ്ങ് കഴിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, സിമ്പിളായിട്ട് ബോയിൽഡ് എഗ് ആയിരിക്കും. പിന്നെ സീസണൽ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതായിരിക്കും. ഇപ്പം മാങ്ങ കിട്ടുന്നതുകൊണ്ട് ഇതുപോലെ മാങ്ങ ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയിട്ട്, പഞ്ചസാരയൊന്നും ഇടത്തില്ല കേട്ടോ, കാരണം നല്ല മധുരമുള്ള മാങ്ങയാണ്. അതിലേക്ക് കുറച്ച് പാലങ്ങ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുക്കുക. നല്ല പൾപ്പ് കിട്ടും. മാങ്ങയുടെ സീസണിലല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സീസൺ കഴിയുന്നവരെ എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. മാങ്ങ ഇഷ്ടമില്ലാത്തവർ കാണത്തില്ല. എനിക്ക് ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടം ഉള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോസ്. അങ്കൂനിപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ട് അവന് ഞാൻ നമ്മുടെ ഇവിടെ ടൗൺഷിപ്പിൽ ബേക്ക് ചെയ്യുന്ന അവരുണ്ടല്ലോ, അവരുടെ നിന്ന് മൾട്ടിഗ്രെയിൻ ബ്രെഡോ, അല്ലെങ്കിൽ ഇത് മൾട്ടിഗ്രെയിൻ ബ്രെഡ് ആട്ടോ, ആട്ട ബ്രെഡോ എന്തെങ്കിലും ഞാൻ വാങ്ങിക്കും. അവർ നല്ല ഫ്രഷ്ലി ബേക്ക്ഡ് ഹെൽത്തി ആയിട്ട് തരുന്നതാ. വലിയ കവറൊന്നും സെറ്റപ്പ് ഇല്ലാതെ ഇതുപോലെ കവർ ചെയ്ത് തരുവാണെങ്കിൽ നല്ലതാ. അതിൻ്റെ കൂടെ മാഷ്ഡ് പൊട്ടറ്റോസും കൂടെ ഉണ്ടെങ്കിൽ അവൻ സുഖം കേട്ടോ. ജസ്റ്റ് ബട്ടറിൽ ഉപ്പും നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമുളക് കീറിയിട്ടിട്ട് മാഷ് ചെയ്തെടുത്തോ. രാക്കേക്ക് ഇത് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്കിതെന്തോ ബ്ലാൻഡ് ടേസ്റ്റ് ആയിട്ട് അത്ര ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് മെഴുക്കുവരട്ടി, മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടതാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ ലഞ്ചിന് ഏറ്റവും ഈസി ആയിട്ട് ഇപ്പോൾ ചെയ്തു വെക്കാൻ പറ്റുന്ന സംഭവമാണ് മാമ്പഴ പുളിശ്ശേരി. ഇതിന്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ നമ്മുടെ ഡെയിലി വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ ഇതുപോലെ 3 ദിവസത്തേക്ക് എടുക്കാനുള്ളത് ഈ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസവും ഇത് തന്നെയായിരുന്നു. ഇതിലൂടെ ജസ്റ്റ് ഒരു ഉപ്പേരിയും കൂടെ മതിയല്ലോ. ഈ മാംഗോ സീസൺ കഴിയുന്നത് വരെ നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. പിന്നെ നമുക്ക് മാങ്ങ കിട്ടാൻ പാടല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ നന്നായിട്ട് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് 3 ദിവസം എടുത്തു. ഇതിൻ്റെ കൂടെ ചോറും സിമ്പിളായിട്ടൊരു ഉപ്പേരിയും മാത്രം മതി. അടിപൊളിയാണ്. പിന്നെ മീനൊക്കെ കിട്ടുന്നവർക്ക് എന്താ എളുപ്പമല്ലേ. ഇവിടെ നമുക്ക് മീൻ നല്ലത് ഫ്രഷ് വാട്ടർ മീനാണ്. അത് ഞങ്ങൾ വാങ്ങാറില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഒരു ദിവസം ഞാൻ ക്യാരറ്റും ക്യാബേജും കൂടെ ജസ്റ്റ് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കി നമ്മുടെ തേങ്ങ ഇട്ടും വെക്കുക, അല്ല ജസ്റ്റ് മെഴുക്കുവരട്ടി ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ എന്താ പറയുക സമയം അനുസരിച്ച് നമുക്ക് വെക്കാം. പിന്നെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നേരം ഇപ്പോഴത്തെ കുറച്ച് മുറ്റിയ വെണ്ടയ്ക്ക, പിന്നെ കുറച്ച് ബീൻസും കൂടെ ഒക്കെ ഇട്ടിട്ട് സവാളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തു. ഇവിടെ ഇപ്പോൾ ഭയങ്കര കാറ്റാന്നേ. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ പൊടിക്കാറ്റാണ്. നമ്മുടെ ജനലിൽ കൂടെയൊക്കെ നല്ലതായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ പൊടി കയറും. നെക്സ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ
പച്ചക്കറികളൊക്കെ ഇട്ട സാമ്പാറാണ്. അപ്പോൾ ഞാൻ ഈ ആഴ്ച നമ്മുടെ മത്തങ്ങ സാമ്പാറാണ് ഉണ്ടാക്കിയത്. ചോറിൻ്റെ കൂടി ഈ സാമ്പാറും നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അത് മതി. ചെറുപയറിൻ്റെയോ, ഞാനൊരു ദിവസം ചെറുപയറിൻ്റെ നമ്മുടെ സാധാ പയറ് തോരനില്ലേ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് കഴിച്ചു. സാമ്പാർ വെച്ചാൽ പിന്നെ നമുക്ക് ദോശമാവ് ആട്ടി വെച്ചാൽ ഡിന്നറിലേക്കും അത് കിടിലല്ലേ. നോൺ വെജിൽ ഇവിടെ സുലഭമായി കിട്ടുന്ന ചിക്കനാണ്. അത് കാലായിട്ടും ബോൺലെസ് ആയിട്ടും ഒക്കെ ഞാൻ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഞാൻ കാല് വെച്ച് നോർത്ത് ഇന്ത്യൻ രീതിയിലെല്ലാം കൂടെ അരച്ച ഒരു കറി തിളപ്പിച്ച് വെച്ചാൽ എന്തിൻ്റെങ്കിലും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്കത് കഴിക്കാം. ഇതെന്തിനാണെന്നറിയാമോ? നമ്മുടെ ചെടിയുണ്ടല്ലോ, ആഴ്ചയിലൊരു ദിവസം ഇതിനെ നന്നായി ഒന്ന് കുളിപ്പിക്കണം. കാരണം പൊടിയാകും, ഈ പൊടിക്കാറ്റടിച്ചിട്ട് അതിൻ്റെ ഭംഗിയേ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിലൊരു ദിവസം ഇതുപോലെ ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് അതിനെ ഫുള്ളായിട്ടൊന്ന് കുളിപ്പിക്കും. ഡെയിലി നമ്മളിങ്ങനെ കുളിപ്പിക്കേണ്ട കേട്ടോ, കാരണം അതിൻ്റെ വേരിനത് അത്ര നല്ലതല്ല. അപ്പോൾ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇത്രയും ഒന്ന് വാടി നിൽക്കുക. പിന്നെ നമ്മുടെ അരിയൊക്കെ കഴുകുന്ന വെള്ളം ഒഴിച്ചാൽ നല്ല ശക്തിയായിട്ട് അത് തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ദേ ചെറുപയറിൻ്റെ സ്പ്ലിറ്റഡ് ചെറുപയറായത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ബ്ലോഗിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ പൾസസിനൊക്കെ എന്താ വില, നമ്മുടെ നാട്ടിലെ പോലെ ആണോ എന്ന്. ശരിക്കും എനിക്ക് നാട്ടിലെ വില എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഞാൻ സ്പ്ലിറ്റഡ് ചെയ്ത് 1 കിലോ വാങ്ങിച്ചതിന് 120 രൂപ കേട്ടോ. ലൂസാണ്, അല്ലാതെ ടാറ്റ സമ്മനിനെയൊക്കെ കുറച്ചും കൂടെ ആവും. നമ്മുടെ ചെറുപയർ എന്തിനാന്ന് വെച്ചാൽ ഇവിടെ കുറേ പുട്ടുറുമീസുകളുണ്ട്. ഇവിടെ 2 പേരും പുട്ടിൻ്റെ ആളുകളാണ്. എനിക്ക് പുട്ടും പഴവുമാണ് ഇഷ്ടം. കൂടെ നല്ല തക്കാളി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ പയറൊന്ന് വേവിച്ചിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തിട്ട് നമ്മുടെ ഉള്ളിയും മഞ്ഞപ്പൊടിയും, ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഈ പയറും കൂടെ തട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി എടുത്താൽ നമുക്ക് പുട്ടിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായി. ദേ നമ്മുടെ ചെമ്പാവരി പുട്ടാട്ടോ. ഇന്ന് നമുക്ക് കണ്ണ് നിറയുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊന്നും കഴിപ്പ് നടക്കത്തില്ല. പിറ്റേ ദിവസം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപ്പുമാവൊക്കെ ആക്കി മാറ്റാം. എങ്കിലും ഞാൻ കണ്ണു നിറയെ ഉണ്ടാക്കി പയറ് കറിയും കൂടെ പഴവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും വേണമെങ്കിൽ പിന്നെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഉപ്പുമാവാണ്. അത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് സവാളയും നമ്മുടെ വറ്റൽമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് റവ, ഇത് വറക്കാത്ത റവ, അതുകൊണ്ട് ഇതിനകത്തിട്ട് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യും കേട്ടോ. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലതായിട്ട് നമ്മുടെ റവ വെന്ത് കിട്ടും. കാരണം നല്ല റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഒരുവിധം റെഡിയാവും. പിന്നെ ഈ തിളച്ച വെള്ളം കൂടി ഒഴിക്കുമ്പോൾ വേഗം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അടച്ചിങ്ങനെ വെക്കുക. എന്നിട്ടത് തുറക്കുക, നന്നായിട്ടൊന്ന് ഇളക്കുക, തീ ഓഫ് ചെയ്യുക, ചിക്കി എടുക്കുക, ഉപ്മാ റെഡി. ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ തുണിയെല്ലാം മടക്കി വെച്ച് കട്ടിലൊക്കെ വൃത്തിയാക്കി കേട്ടോ. പിന്നെ ആ മുലയിലോട്ടൊരു കസേരയിൽ ഇരിക്കുന്നത് നമ്മുടെ തണുപ്പ് കാലത്തെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കേണ്ട കുറച്ച് തുണികളാണ്. അത് മെല്ലെ മെല്ലെ കൊടുത്ത് തുടങ്ങണം ഇനി. ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കും, അകത്തിടും, ഇങ്ങനെ അവിടെ ഇട്ടേക്കാണ്. അത് സമയമുണ്ടായി. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് എൻ്റെ പിയാണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.